വയനാട്ടിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച് കാറിൽ പാഞ്ഞ കേസിൽ 2 പ്രതികൾ പിടിയിലായി. പച്ചിലക്കാട് സ്വദേശികളായ മുഹമ്മദ് അർഷാദ്, അഭിരാം എന്നിവരാണ് പിടിയിലായത്. മറ്റു 2 പേർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. തന്നെ ആക്രമിച്ചവർ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് സംശയിക്കുന്നുണ്ടെന്ന് പരിക്കേറ്റ മാദൻ 24നോട് പറഞ്ഞു. മുഹമ്മദ് അർഷിദും അഭിരാമും പിടിയിലായത് കൽപ്പറ്റയിൽ നിന്ന്. കർണാടകയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് വരും വഴിയാണ് പിടിയിലായതെന്ന് പോലീസ്. സംഭവത്തിൽ ഉൾപ്പെട്ട പനമരം സ്വദേശികളായ നബീൽ കമർ, വിഷ്ണു എന്നിവർക്കായി അന്വേഷണം ഊർജിതം. പരിക്കേറ്റ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന മാദനെ മന്ത്രി OR കേളു സന്ദർശിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കൃത്യമാണ് അവിടെ നടന്നത്. ഒരിക്കലും അങ്ങനെ നടക്കാൻ വേണ്ടി പാടില്ല. ഈ പുരോഗമന കേരളത്തിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ഈ പുരോഗമന സ്റ്റേറ്റ് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാദന്റെ ശരീരത്തിൽ ഉടനീളം മുറിവുകളുണ്ട്. തന്നെ ആക്രമിച്ചവർ ലഹരി ഉപയോഗിച്ചിരുന്നതായി സംശയമുണ്ടെന്ന് മാദൻ 24നോട്. ബോധപൂർവം വലിച്ചോണ്ട് പോയതാ. അല്ലെങ്കിൽ ബാക്കിൽ രണ്ടാൾ ഇരിപ്പുണ്ട്, പിന്നിൽ 2 ആളുണ്ട്. അത് മറ്റേ അവൻ്റെ കൈ ഡോറിൽ കുടുങ്ങിയെന്ന് അവന്മാർ കാണാമല്ലോ ശരിക്കും. അത് മലപ്പുറം ചെയ്ത പരിപാടിയാണ്. എന്തോ കഞ്ചാവെന്ന് തോന്നുന്നു. ഈ ഒരു ജാതി മക്ക പിടിച്ച പോലെ ഈ കണ്ണെല്ലാം കൂടി ചുമച്ചോട്ട് നടപ്പുണ്ടായിരുന്നു ഇതൊക്കെ. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് മാനന്തവാടി പനമരം പുഴകൾ ചേരുന്ന കൂടൽക്കടവ് പ്രദേശത്ത് സംഘം മാദനെ കാറിനൊപ്പം വലിച്ചിഴച്ചത്. 24 വയനാട്.